നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നീം. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പരിചയപ്പെട്ടത് കല എന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ്. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. കളരിപ്പയറ്റിലെ ആദ്യത്തെ അടവ് ഓതിരം. കളരിപ്പയറ്റിലെ ആദ്യത്തെ അടവ് ഓതിരം. കളരിപ്പയറ്റിലെ 18ാമത്തെ അടവ് പൂഴിക്കടകൻ. കളരിപ്പയറ്റിലെ 18ാമത്തെ അടവ് പൂഴിക്കടകൻ. കളരിമുറയും ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേരുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി. കളരിമുറയും ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേരുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി. കേരളത്തിലെ സാമൂഹിക രംഗത്ത് പ്രാധാന്യം അർഹിക്കുന്ന കളരിപ്പയറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. കേരളത്തിലെ സാമൂഹിക രംഗത്ത് പ്രാധാന്യം അർഹിക്കുന്ന കളരിപ്പയറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. ആയോധന കലകളുടെ മാതാവ് കളരിപ്പയറ്റ്. ആയോധന കലകളുടെ മാതാവ് കളരിപ്പയറ്റ്. കേരളത്തിലെ തനത് ആയോധന കല കളരിപ്പയറ്റ്. കേരളത്തിലെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ്. കാലകേയവധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ. കാലകേയവധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ. കിർമീരവധം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ. കിർമീരവധം, കാലകേയവധം എന്നിങ്ങനെയുള്ള ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ. രാവണ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് കരീന്ദ്രൻ. രാവണ വിജയം എന്ന ആട്ടക്കഥ രചിച്ചത് കരീന്ദ്രൻ. കിളിമാനൂർ കോയി തമ്പുരാൻ. നളചരിതം എന്ന ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ. നളചരിതം എന്ന ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ. എത്ര ദിവസമായി അരങ്ങേറുന്ന വിധത്തിലാണ് ഉണ്ണായി വാര്യർ നളചരിതം ചിട്ടപ്പെടുത്തിയത്? 4 ദിവസമായി അരങ്ങേറുന്ന വിധത്തിലാണ് ഉണ്ണായി വാര്യർ നളചരിതം ചിട്ടപ്പെടുത്തിയത്. നളചരിതം ആട്ടക്കഥയ്ക്ക് MH ശാസ്ത്രികൾ രചിച്ച വ്യാഖ്യാനമാണ് രസിക കൗതുകം. നളചരിതം ആട്ടക്കഥയ്ക്ക് MH ശാസ്ത്രികൾ രചിച്ച വ്യാഖ്യാനമാണ് രസിക കൗതുകം. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. പാർവതി പരിണയം ആട്ടക്കഥ രചിച്ചത് R രാമചന്ദ്രൻ നായർ. പാർവതി പരിണയം ആട്ടക്കഥ രചിച്ചത് R രാമചന്ദ്രൻ നായർ. പൂതനാമോക്ഷം, രുക്മിണി വധം എന്ന ആട്ടക്കഥകൾ രചിച്ചത് അശ്വതി തിരുനാൾ രാമവർമ്മ. പൂതനാമോക്ഷം, രുക്മിണി വധം എന്ന ആട്ടക്കഥകൾ രചിച്ചത് അശ്വതി തിരുനാൾ രാമവർമ്മ. ആട്ടക്കഥകൾ രചിച്ച ആദ്യ വനിത കുട്ടിക്കുഞ്ഞു തങ്കച്ചി. ആട്ടക്കഥകൾ രചിച്ച ആദ്യ വനിത കുട്ടിക്കുഞ്ഞു തങ്കച്ചി. ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ഇരയിമ്മൻ തമ്പി. ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ഇരയിമ്മൻ തമ്പി. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയ്ക്ക് AR രാജരാജവർമ്മ രചിച്ച വ്യാഖ്യാനം കാന്താര താരകം. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയ്ക്ക് AR രാജരാജവർമ്മ രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം. വീരവിരാട കുമാര വിഭോ. വീരവിരാട കുമാര വിഭോ എന്ന കുമ്മി ഏത് ആട്ടക്കഥയിലേതാണ്? ഉത്തര സ്വയംവരം. വീരവിരാട കുമാര വിഭോ എന്ന കുമ്മി ഉത്തര സ്വയംവരം എന്ന ആട്ടക്കഥയിലേതാണ്. ഔഷധാഹരണം എന്ന ആട്ടക്കഥ രചിച്ചത് വള്ളത്തോൾ. ഔഷധാഹരണം എന്ന ആട്ടക്കഥ രചിച്ചത് വള്ളത്തോൾ. അടിയ വിഭാഗത്തിന്റെ പരമ്പരാഗ നൃത്തരൂപം ഗദ്ദിക. അടിയ വിഭാഗത്തിന്റെ പരമ്പരാഗ നൃത്തരൂപം ഗദ്ദിക. ഗീതഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്തവിശേഷം അഷ്ടപദിയാട്ടം. ഗീതഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്തവിശേഷമാണ് അഷ്ടപദിയാട്ടം. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് നങ്ങ്യാർ കൂത്ത്. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്താണ് നങ്ങ്യാർ കൂത്ത്. നമ്പ്യാറിന്റെ സ്ത്രീലിംഗമാണ് നങ്ങ്യാറ്. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏത്? നങ്ങ്യാർ കൂത്ത്.
സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനം. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനം. കേരളത്തിലെ ഏക സ്ത്രീ തെയ്യം ദേവക്കൂത്ത്. കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമാണ് ദേവക്കൂത്ത്. തീ കൊണ്ടുള്ള നൃത്തം എന്ന പേരിനർത്ഥമുള്ള അനുഷ്ഠാന കല തീയാട്ട്. തീ കൊണ്ടുള്ള നൃത്തം എന്ന പേരിന് അർത്ഥമുള്ള അനുഷ്ഠാന കലയാണ് തീയാട്ട്. പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടെ എത്ര വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? 6. പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടെ 6 വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. തിരുവാതിരക്കളിയുടെ മറ്റൊരു പേര് കൈകൊട്ടിക്കളി. തിരുവാതിരക്കളിയുടെ മറ്റൊരു പേര് കൈകൊട്ടിക്കളി. ഭഗവതി ക്ഷേത്രങ്ങളിൽ കളംപാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം നന്ദുണി. ഭഗവതി ക്ഷേത്രങ്ങളിൽ കളംപാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് നന്ദുണി. 5 പേരുടെ കളി എന്ന പേരിനർത്ഥമുള്ള അനുഷ്ഠാന കല ഐവർ കളി. 5 പേരുടെ കളി എന്ന പേരിനർത്ഥമുള്ള അനുഷ്ഠാന കലയാണ് ഐവർ കളി. മഴ പെയ്യിച്ചതായി കരുതപ്പെടുന്ന കർണാടക സംഗീതത്തിലെ രാഗം അമൃതവർഷിണി. മഴ പെയ്യിച്ചതായി കരുതപ്പെടുന്ന കർണാടക സംഗീതത്തിലെ രാഗമാണ് അമൃതവർഷിണി. മഴ പെയ്യിച്ചതായി കരുതപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗമാണ് മേഘമൽഹാർ. മഴ പെയ്യിച്ചതായി കരുതപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗം മേഘമൽഹാർ. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപം കൃഷ്ണനാട്ടം. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപമാണ് കൃഷ്ണനാട്ടം. കർണാടക സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗം മായാമാളവ ഗൗളം. കർണാടക സംഗീത പഠനത്തിലെ അടിസ്ഥാന രാഗമാണ് മായാമാളവ ഗൗളം. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ 72. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങളാണ് 72. കൃഷ്ണനാട്ടത്തിന്റെ വാചികാംശത്തിന് ഉപയോഗിക്കുന്ന കൃതി കൃഷ്ണഗീതി. കൃഷ്ണനാട്ടത്തിന്റെ വാചികാംശത്തിന് ഉപയോഗിക്കുന്ന കൃതിയാണ് കൃഷ്ണഗീതി. ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം മധ്യമാവതി. ഹരിവരാസനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് മധ്യമാവതി. മയിൽ പീലി തൂക്കം എന്നും അറിയപ്പെടുന്ന കലാരൂപം അർജുന നൃത്തം. മയിൽ പീലി തൂക്കം എന്നും അറിയപ്പെടുന്ന കലാരൂപമാണ് അർജുന നൃത്തം. ഏത് മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ദഫ്മുട്ട്? ഇസ്ലാം മതം. ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ദഫ്മുട്ട്. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതോപകരണം വയലിൻ. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതോപകരണമാണ് വയലിൻ. കൃഷ്ണനാട്ടം എത്ര ദിവസം കൊണ്ടാണ് ആടിത്തീരേണ്ടത്? 8. കൃഷ്ണനാട്ടം 8 ദിവസം കൊണ്ടാണ് ആടിത്തീരേണ്ടത്. ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരൻ അറിയപ്പെടുന്ന പേര് പ്രമാണി. ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരൻ അറിയപ്പെടുന്ന പേര് പ്രമാണി. തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് വീണ. തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് വീണ. താരാട്ടുപാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രാഗം നീലാംബരി. താരാട്ടുപാട്ടുകൾ ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രാഗമാണ് നീലാംബരി. ചൂരൽ മുറിയൽ, കോതുവെട്ട് എന്നീ ചടങ്ങുകൾ ബന്ധപ്പെട്ടിരിക്കുന്ന അനുഷ്ഠാന കല കുത്തിയോട്ടം. ചൂരൽ മുറിയൽ, കോതുവെട്ട് എന്നീ ചടങ്ങുകൾ ബന്ധപ്പെട്ടിരിക്കുന്ന അനുഷ്ഠാന കലയാണ് കുത്തിയോട്ടം. ബാൻസുരി എന്നും അറിയപ്പെടുന്ന വാദ്യം ഓടക്കുഴൽ. ബാൻസുരി എന്നും അറിയപ്പെടുന്ന വാദ്യം ഓടക്കുഴൽ. ഭാരതീയ സങ്കല്പ പ്രകാരം ശിവന്റെ ശൂലത്തിൽ കാണപ്പെടുന്ന വാദ്യം ഉടുക്ക്. ഭാരതീയ സങ്കല്പ പ്രകാരം ശിവന്റെ ശൂലത്തിൽ കാണപ്പെടുന്ന വാദ്യമാണ് ഉടുക്ക്. മലയാള കലണ്ടറിലെ ഏത് മാസത്തിലാണ് തുയിലുണർത്തു പാട്ടു പാടുന്നത്? കർക്കടകം. മലയാള കലണ്ടറിലെ കർക്കടക മാസത്തിലാണ് തുയിലുണർത്തു പാട്ട് പാടുന്നത്. അടുത്തത് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയി വാസ്തുവിദ്യയെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി പരിചയപ്പെടാം. ബ്രിക് മാസ്റ്റർ ഓഫ് കേരള, വാസ്തുവിദ്യയിലെ ഗാന്ധി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ലാറി ബേക്കർ. ബ്രിക് മാസ്റ്റർ ഓഫ് കേരള, വാസ്തുവിദ്യയിലെ ഗാന്ധി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ലാറി ബേക്കർ. മനുഷ്യാലയ ചന്ദ്രിക രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്. മനുഷ്യാലയ ചന്ദ്രിക രചിച്ചതാരെ? തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്ത്. മനുഷ്യാലയ ചന്ദ്രിക എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ്? വാസ്തുവിദ്യ. മനുഷ്യാലയ ചന്ദ്രിക വാസ്തുവിദ്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ്.
ആധുനിക പെരുന്തച്ചൻ എന്നറിയപ്പെടുന്നത് ലാറി ബേക്കർ. ആധുനിക പെരുന്തച്ചൻ എന്നറിയപ്പെടുന്നത് ലാറി ബേക്കർ. ലാറി ബേക്കറുടെ യഥാർത്ഥ പേര് ലോറൻസ് ബേക്കർ. ലാറി ബേക്കറുടെ യഥാർത്ഥ പേരാണ് ലോറൻസ് ബേക്കർ. കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുശൈലി നാലുകെട്ട്. കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുശൈലിയാണ് നാലുകെട്ട്. കേരളീയ ക്ഷേത്ര വാസ്തുശില്പകലയുടെ ആധികാരിക ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന തന്ത്ര സമുച്ചയം രചിച്ചതാര്? ചേന്നാസ് നാരായണൻ നമ്പൂതിരി. കേരളീയ ക്ഷേത്ര വാസ്തുശില്പകലയുടെ ആധികാരിക ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന തന്ത്ര സമുച്ചയം രചിച്ചത് ചേന്നാസ് നാരായണൻ നമ്പൂതിരി. കോസ്റ്റ്ഫോർഡ് സെൻട്രൽ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ റൂറൽ ഡെവലപ്മെന്റ്. കോസ്റ്റ്ഫോർഡിന്റെ ആസ്ഥാനം തൃശൂർ. കോസ്റ്റ്ഫോർഡിന്റെ ആസ്ഥാനം തൃശൂർ. നിർമ്മിത കേന്ദ്രയുടെ ആസ്ഥാനം തിരുവനന്തപുരം PTP നഗർ. നിർമ്മിത കേന്ദ്രയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ഹാബിറ്റാറ്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഹാബിറ്റാറ്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഹാബിറ്റേറ്റ് ടെക്നോളജി ഗ്രൂപ്പ് സ്ഥാപിച്ച പ്രശസ്ത വാസ്തുശില്പി ശങ്കർ. ഹാബിറ്റേറ്റ് ടെക്നോളജി ഗ്രൂപ്പ് സ്ഥാപിച്ച പ്രശസ്ത വാസ്തുശില്പിയാണ് ശങ്കർ. ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ വീടുകൾ നിർമ്മിക്കുന്നതിനായി IAS ഓഫീസറായ CV ആനന്ദബോസ് രൂപം നൽകിയ സ്ഥാപനമാണ് നിർമ്മിത കേന്ദ്ര. വർഷം 1989. ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ വീടുകൾ നിർമ്മിക്കുന്നതിനായി IAS ഓഫീസറായ CV ആനന്ദബോസ് രൂപം നൽകിയ സ്ഥാപനമാണ് നിർമ്മിത കേന്ദ്ര. വർഷം 1989. കോസ്റ്റ്ഫോർഡ് സ്ഥാപിക്കുന്നതിനെ മുൻകൈയെടുത്ത കേരള മുഖ്യമന്ത്രി C അച്യുതമേനോൻ. കോസ്റ്റ്ഫോർഡ് സ്ഥാപിക്കുന്നതിനെ മുൻകൈയെടുത്ത കേരള മുഖ്യമന്ത്രി C അച്യുതമേനോൻ. അടുത്തത് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയി കാർട്ടൂൺ എന്ന വിഷയത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെ പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ് ടോംസിന്റെ യഥാർത്ഥ പേര് VT തോമസ്. ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെ പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ് ടോംസിന്റെ യഥാർത്ഥ പേര് VT തോമസ്. 1982 സ്ഥാപിതമായ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചി. 1982 സ്ഥാപിതമായ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ മഹാക്ഷാമ ദേവത. കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ മഹാക്ഷാമ ദേവത. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കിട്ടുമാൻ ഏത് പത്രത്തിലാണ് വിമോചന സമരകാലത്ത് 1959 ജൂലൈ 19 മുതൽ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ വരച്ചു തുടങ്ങിയത്? ജനയുഗം. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കിട്ടുമാൻ ജനയുഗം എന്ന പത്രത്തിലാണ് വിമോചന സമരകാലത്ത് 1959 ജൂലൈ 19 മുതൽ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ വരച്ചു തുടങ്ങിയത്. അപ്പി ഹിപ്പി, ഇട്ടുണ്ണൻ, ഉണ്ണിക്കുട്ടൻ എന്നീ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ടോംസ്. അപ്പി ഹിപ്പി, ഇട്ടുണ്ണൻ, ഉണ്ണിക്കുട്ടൻ എന്നീ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ടോംസ്. കാർട്ടൂണിസ്റ്റ് PK മന്ത്രിയുടെ യഥാർത്ഥ പേര് PK മന്ത്രികുമാരൻ. കാർട്ടൂണിസ്റ്റ് PK മന്ത്രിയുടെ യഥാർത്ഥ പേര് PK മന്ത്രികുമാരൻ. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ടോംസ്. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര്? ടോംസ്. ഏത് മാസികയിലാണ് മഹാക്ഷാമ ദേവത എന്ന കാർട്ടൂൺ അച്ചടിച്ചത്? വിദൂഷകൻ മാസിക. കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂണാണ് മഹാക്ഷാമ ദേവത. ഈ മഹാക്ഷാമ ദേവത എന്ന കാർട്ടൂൺ വിദൂഷകൻ മാസികയിലാണ് അച്ചടിച്ചത്. കുഞ്ഞമ്മാൻ എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് BM ഗഫൂർ. കുഞ്ഞമ്മാൻ എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് BM ഗഫൂർ. ജൂബ ചേട്ടൻ എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് യേശുദാസൻ. ജൂബ ചേട്ടൻ എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് ആരാണ്? യേശുദാസൻ. പൊന്നമ്മ സൂപ്രണ്ട് എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് യേശുദാസൻ. ജുബ ചേട്ടൻ, പൊന്നമ്മ സൂപ്രണ്ട് എന്നിങ്ങനെയുള്ള കാർട്ടൂൺ പരമ്പരകളെല്ലാം സൃഷ്ടിച്ചത് യേശുദാസൻ.
കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് യേശുദാസൻ. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് യേശുദാസൻ. കേരളത്തിന്റെ കാർട്ടൂൺ ചരിത്രം എന്ന പുസ്തകം രചിച്ചത് സുകുമാരൻ പോറ്റി. കാർട്ടൂണിസ്റ്റ് സുകുമാരൻ. കേരളത്തിന്റെ കാർട്ടൂൺ ചരിത്രം എന്ന പുസ്തകം രചിച്ചത് സുകുമാരൻ പോറ്റി. കാർട്ടൂണിസ്റ്റ് സുകുമാർ. കാകദൃഷ്ടി എന്ന പോക്കറ്റ് കാർട്ടൂൺ പക്തിയുടെ രചയിതാവ് ഗോപികൃഷ്ണൻ. കാകദൃഷ്ടി എന്ന പോക്കറ്റ് കാർട്ടൂൺ പക്തിയുടെ രചയിതാവ് ഗോപികൃഷ്ണൻ. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് യേശുദാസൻ ഏത് പത്രത്തിലാണ് വരച്ചിരുന്നത്? മലയാള മനോരമ. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് യേശുദാസൻ മലയാള മനോരമ എന്ന പത്രത്തിലാണ് വരച്ചിരുന്നത്. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര വരച്ചത് ജി അരവിന്ദൻ. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര വരച്ചത് ജി അരവിന്ദൻ. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് കാർട്ടൂൺ കിട്ടുമാൻ. ജനയുഗം. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് കാർട്ടൂൺ ആണ് കിട്ടുമാൻ. മാതൃഭൂമി പത്രത്തിൽ കുഞ്ഞമ്മാമൻ എന്ന കാർട്ടൂൺ വരച്ചിരുന്നത് ശിവറാം. മാതൃഭൂമി പത്രത്തിൽ കുഞ്ഞമ്മാമൻ എന്ന കാർട്ടൂൺ വരച്ചിരുന്നത് ശിവറാം. നാണിയമ്മ എന്ന പോക്കറ്റ് കാർട്ടൂൺ മാതൃഭൂമിയിൽ വരച്ചിരുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരി. നാണിയമ്മ എന്ന പോക്കറ്റ് കാർട്ടൂൺ മാതൃഭൂമിയിൽ വരച്ചിരുന്നത് ആര്? ആർട്ടിസ്റ്റ് നമ്പൂതിരി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കലയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.